ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഈദ് മുബാറക് ടു ആൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് കുറേ പേര് ഡെയിലി വ്ളോഗ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആയി ടൈം കിട്ടാഞ്ഞിട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു ഈദ് സ്പെഷ്യലായിട്ട് ഈദ് വ്ളോഗ് എടുക്കാമെന്ന്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ എനിക്ക് മുസ്ലിം ഫ്രണ്ട്സൊക്കെ കുറവാണ് കേട്ടോ. 10th പഠിക്കുമ്പോഴും അതുപോലെ +1 +2 പഠിക്കുമ്പം കുറവായിരുന്നു. പിന്നെ കോളേജിൽ പോയപ്പോഴും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അവരായിട്ട് വലിയ കമ്പനി ഉണ്ടായിരുന്നില്ല. പിന്നെ ഹോസ്റ്റലിലായിരുന്നപ്പോഴും 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് 2 ഫ്രണ്ട്സ് ഇട്ടിട്ടുണ്ട്. അവർ 2 പേരും മുസ്ലിംസാണ്. ശരിക്കും അവരിപ്പോൾ ഒരു ഫാമിലി മെമ്പർ പോലെയാണ് നമ്മുടെ. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഈ ഒരു ഈദ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോണേ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ പോയാലും ഇപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ടും കൊണ്ടിറങ്ങാറുണ്ട്, ഈ ഒരു സൺ ബേണിങ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. പിന്നെ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു സുൽഫിയുടെ വീട്ടിലോട്ടാണ്. ആക്ച്വലി ഇതിന് മുന്നേ ഞങ്ങൾ സുൽഫിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അവൻ ലൊക്കേഷൻ ഇട്ട് തന്നിട്ട് ശേഷമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിട്ടോ. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ സുൽഫിയും പുള്ളിയുടെ അനിയനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയി, ഹായൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ അവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നല്ല കാര്യമാണ്, നല്ലപോലെ സംസാരിക്കുന്നുണ്ട്, നമ്മളെ നല്ലതുപോലെ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പോയപ്പോൾ തന്നെ ഒരു ഫുഡ് തന്നാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ജ്യൂസും അതുപോലെ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ കഴിക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ പേര് പാലടയോ പാലപ്പോ എന്തോ ഒരു സംഭവമാണ് കേട്ടോ, ഞാൻ പേര് മറന്നുപോയി. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിച്ച് വയറ് നിറയെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അങ്ങനെ മാളിൽ പോയി കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു പൂച്ചക്കുട്ടി അവിടെ ഉള്ളതാട്ടോ. അപ്പോൾ അവൻ ഇങ്ങനെ കാണുന്നുണ്ട്, അവൻ്റെ കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു പിങ്കിയുടെ വീട്ടിലോട്ടാണ്. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കൊക്കെ അറിയാമെന്നുള്ളതാണ് പിങ്കി ആരെന്ന് ഞാൻ പറഞ്ഞ് പിന്നെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ആള് പുറത്തുനിന്ന് കൈ കാണിക്കുന്നുണ്ട്. അവിടെയുള്ളൊരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ ഇത്. ഹെൽമെറ്റിന്റെ അകത്ത് തലയൊക്കെ ഇട്ട് ആള് ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ഉറങ്ങുന്നതായിരുന്നു. പിന്നെ അവിടെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെയും നല്ല ഫണ്ണാട്ടോ. അവിടെ നിന്ന് എല്ലായിടത്തും സംസാരിച്ചിരിക്കാനായിട്ടൊരു ഗുഡ് വൈബ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കേട്ടോ. അങ്ങനെ അവിടുത്തെ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്ന ബിരിയാണി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് പറയാണ്ടിരിക്കാൻ പോയി, അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്ന ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്ത് ഔട്ടിങ്ങിന് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ കോട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള എലിഫന്റ് പാർക്കിലോട്ടാണ് കേട്ടോ. അവിടെ ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൂപ്പനും അമ്മുമ്മയും മോളും മോനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അതിലുള്ള ഒരു കുട്ടി ആനയുടെ പേരാണ് അമ്മുക്കുട്ടി, അതുപോലെ ഒരു വലിയ ആനയുടെ പേര് ഹരികൃഷ്ണൻ. ഇവർ 2 പേരെയും മാത്രമേ പരിചയപ്പെടാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ആനയുടെ അടുത്തോട്ട് അധികം വിടത്തില്ല, അവരെപ്പോഴെങ്കിലും ടെറർ ആയാലോ എന്ന് പറഞ്ഞിട്ടാവും. അങ്ങനെ ആനകളെയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക്, തിരിച്ചല്ല ഉള്ളിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു ഊഞ്ഞാല കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം ഊഞ്ഞാലാടണമെന്നുള്ളത്. കഴിഞ്ഞ ഓണത്തിനെങ്ങാണ്ട് ആടിയതാണ്, അതിനുശേഷം ഇന്ന് വരെ ആടിയിട്ടില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം അതിലും കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്തോറും ബോട്ടിങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര പേടിയുള്ള ആളത്തിലാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പണ്ട് നമ്മളെ ഈ ഫേസൊക്കെ ഐസ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ഫേസ് ഇങ്ങനെ മുക്കിയിട്ടെടുക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെ മരിച്ചാലും എനിക്ക് വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടെന്ന് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. സോ ആ ഒരു പേടി കാരണം വെള്ളത്തിൽ ഇറങ്ങണോ വേണ്ടയോ എന്നൊക്കെ ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ടാണ് അവസാനം ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. സത്യം പറഞ്ഞ് ഇറങ്ങാനായിട്ട് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടതിന് ശേഷം എന്തായാലും വെള്ളത്തിൽ വീണാലും പൊങ്ങി കിടക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അതിൽ കയറിയിട്ടുണ്ടായത്. ആദ്യം കയറിയപ്പോൾ ഞങ്ങൾ പുറകിലാണ് ഇരുന്നിട്ടുണ്ടായത്, ഞാനും പിങ്കിയും. അപ്പോഴത്തേക്കും അവർ ഇങ്ങനെ കാല് വെച്ച് സൈക്ലിങ് ചെയ്യുന്ന പോലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായേ അത് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചാണ് പുറകെ പേടിച്ചിട്ടിരുന്നിട്ടുണ്ടായത്. പിന്നെ കുറച്ച് നേരം കഴിയും തോറും അതിൽ ചവിട്ടാനുള്ള ഇൻട്രസ്റ്റ് കൂടി വന്നു. അപ്പോൾ എന്തായാലും ജിമ്മിൽ പോയി ഇത്രയും പണിയെടുക്കുകയല്ലേ, അപ്പോൾ വിചാരിച്ചു ഇതിൽ സൈക്ലിങ് ചെയ്യുന്നത് അതിൽ നല്ല കാര്യമല്ലേ. അങ്ങനെ പിന്നെ സെക്കൻഡ് നമ്മൾ 2 പേരും തിരിച്ച് ഫ്രണ്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അടിപൊളി വൈബായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടമായി. എന്തായാലും ഇക്കും സുൽഫിയും
ചവിട്ടിയതിനെ കഴിഞ്ഞ് നല്ലതുപോലെ സ്പീഡിൽ ഞാനും പിങ്കിയും ചവിട്ടിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു അരമണിക്കൂർ ടൈം മാത്രമേ നമ്മുടെ കൈൻ്റെ ഉള്ളിൽ, അതായത് ഒരു ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലാഗ് കെട്ടിയിട്ടുണ്ട് 2 സൈഡിൽ. അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പാടില്ല, ചിലപ്പോൾ ആഴം കൂടുതലായതുകൊണ്ടായിരിക്കും. അപ്പോൾ അത്രയും ഭാഗത്ത് നമുക്കിങ്ങനെ വെള്ളത്തിൽ കളിക്കാനല്ല, ബോട്ടിങ് ചെയ്ത് പോകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായത്. അരമണിക്കൂറിൽ കൂടാൻ പാടില്ല കേട്ടോ. പക്ഷെ നമ്മൾ കുറേ നേരം നിന്നു. പിന്നെ ഞാൻ കാലൊക്കെ വെളിയിലിട്ട് കാലൊക്കെ നനച്ചപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ ആയി വണ്ടി ഡ്രൈവ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നും ഇല്ല, കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ നേരെ ഇപ്പം ഇങ്ങനെ വീട്ടിലോട്ട് കൊണ്ടാക്കി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊരു ബ്രിഡ്ജ് ഉണ്ട്, അവിടെ അത്യാവശ്യം വീഡിയോസൊക്കെ എടുക്കാൻ കൊള്ളാമെന്നാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ നാളായി, അതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് കരിക്കിൻ ഷേക്ക് കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അത്യാവശ്യം നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ഒരു ടയേർഡ്നെസ് ആയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് അടിപൊളിയായിരുന്നുള്ള ഡേ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെയുള്ള വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.